കഥ ചൊല്ലട്ടുമ്മ. എന്റെ അടുത്തുള്ള വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ച ഞാനായിരിക്കും, കരഞ്ഞോ ഞാനായിരിക്കും. അതിന് കാരണം അതൊക്കെ എന്റെ അനുഭവങ്ങളാണ്. ഇത് ആരുടെ വാക്കുകളാണെന്ന് അറിയാമോ? ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ വാക്കുകളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥകളിൽ നിന്ന് വിശ്വസിക്കാവുന്ന ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ ഈ സാമൂഹിക വിമർശനമാണ് ഈ കഥയിൽ ബഷീർ പറയുന്നത്. കുഷ്ടിപ്പണിക്കാരാണ് കഥയിലെ നായകൻ. നായകന് എഴുതാനോ വായിക്കാനോ അറിയില്ല. കുഷ്ടിപ്പണി ചെയ്യുക, ഉറങ്ങുക, കുഷ്ടിപ്പണി ചെയ്യുക, വീണ്ടും ഉറങ്ങുക എന്നിവയാണ് നായകന്റെ ജോലികൾ. പക്ഷേ 24 വയസ്സിൽ മഹാ അത്ഭുതം സംഭവിക്കുന്നു. വേറെ ഒന്നുമല്ല, ദിവസം കഴിയുന്തോറും നായകന്റെ മൂക്ക് നീളം വെക്കാൻ തുടങ്ങി. അവസാനം പൊക്കിൾ വരെ നീണ്ടു. അത് മാത്രമല്ല, ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അങ്ങനെ നായകന് മൂക്കൻ എന്ന പേര് വീണു. മൂക്കന്റെ മൂക്ക് കാണാൻ രാപ്പകൽ മുഴുവനും ആൾക്കാരുടെ ബഹളവും തുടങ്ങി. അങ്ങനെ മൂക്കന്റെ അമ്മ മകനെ കാണാൻ ഫീസ് നിശ്ചയിച്ചു. ഫീസ് ദിനം പ്രതി വർദ്ധിച്ചു. അങ്ങനെ 6 കൊല്ലം കൊണ്ട് കുഷ്ടിപ്പണിക്കാരൻ ലക്ഷ്യപ്രഭുവായി. വലിയ മന്ദിരം പണിഞ്ഞു. 2 സുന്ദരികളായ സെക്രട്ടറിമാരുണ്ടായി. ലോകത്ത് എന്ത് സംഭവിക്കുന്നോ അതിനൊക്കെ മൂക്കൻ അഭിപ്രായം പറയണം. അഭിപ്രായം പറയാത്ത കാര്യം വളരെ നിസ്സാരമായി ജനങ്ങൾ കണ്ടു. അങ്ങനെ മൂക്കനെ കയ്യിലെടുക്കാൻ ഗവൺമെന്റ് ശ്രമം തുടങ്ങി. നാസിക പ്രമുഖൻ എന്ന മെഡലും ബഹുമതിയും നൽകി. അതുമാത്രമല്ല, ഭരണപക്ഷ പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേർത്തു. ഇത് തടയാൻ എതിർ പാർട്ടിക്കാർ മൂക്കിന്റെ മൂക്ക് ഒറിജിനൽ അല്ല, റബ്ബർ മൂക്കാണെന്ന് പ്രസ്താവിച്ചു. അങ്ങനെ കുറെ പാർട്ടിമാർ ലഹള നടത്തി. അങ്ങനെ പാവം മൂക്കൻ ജയിലിലായി. 48 രാജ്യങ്ങളുടെ പ്രശസ്തമായ ഡോക്ടർമാർ മൂക്കിന്റെ മൂക്ക് പരിശോധിക്കാൻ എത്തി. അതിൽ ഒരു ഡോക്ടർ മുട്ടസൂചി എടുത്തു മൂക്കിന്റെ മൂക്കൻ തൊമ്പത്ത് ഒരു കുത്തുകുത്തു. അപ്പോഴതാ ഒരു തുള്ളി പരിശുദ്ധ ചോര. ഡോക്ടർ പ്രസ്താവിച്ചു, മൂക്കന്റെ മൂക്ക് റബ്ബർ അല്ല, ഒറിജിനൽ ആണ്. അങ്ങനെ എല്ലാരും ആർത്ത് വിളിച്ചു, സിദ്ധാവ് മൂക്കൻ ജിന്ദാബാദ്. തുടർന്ന് രാജ്യത്തിന്റെ പ്രസിഡന്റ്